മാന്യ കുടുംബാംഗങ്ങൾക്ക് എൻ്റെ വിനീത പ്രണാമം. ഭാരതീയ പൈതൃകത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾക്കായി വിവിധ രാജ്യങ്ങളിലും ഭാരതത്തിനകത്ത് വിവിധ സംസ്ഥാനങ്ങളിലുമെല്ലാം പോകാൻ ഭാഗ്യം കിട്ടുമ്പോൾ പലപ്പോഴും എനിക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന രണ്ട് പ്രശ്നങ്ങൾ, കേൾക്കാൻ സാധിച്ചിരിക്കുന്ന രണ്ട് പ്രശ്നങ്ങൾ. അതിലൊന്ന്, നമ്മൾ ഭാരതീയർ ഏത് രാജ്യത്തിലാണോ പ്രവർത്തിക്കുന്നത് ആ രാജ്യത്തെക്കുറിച്ച് അസാധാരണമായ വിധത്തിൽ പ്രകീർത്തിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനെ അവഹേളിക്കുന്ന വിധത്തിൽ താരതമ്യം ചെയ്യുക എന്നുള്ളത് എല്ലാവരിലും കണ്ടിരിക്കുന്നൊരു പ്രത്യേകതയാണ്. ഞാനത് പറയാറുമുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ചെന്നപ്പോൾ ഓരോ സ്ഥലത്തും ആരുടെയെങ്കിലുമൊക്കെ വീടുകളിലാണ് താമസിക്കേണ്ടി വരിക. ഭാരതത്തെക്കുറിച്ച് വളരെയേറെ അഭിമാനിക്കുന്ന വ്യക്തികളുടെ വീട്ടിലാണ് താമസിക്കേണ്ടി വരിക. ഹിന്ദുക്കളുടെ വീട്ടിലാണ് താമസിക്കാറുള്ളത്. അവര് അമേരിക്കയെക്കുറിച്ച് ധാരാളം നല്ല കാര്യം പറയും. വളരെ വളരെ ഗംഭീരമായിട്ട് പറയും. അവിടുത്തെ റോഡുകളെക്കുറിച്ച്, വാഹനങ്ങളെക്കുറിച്ച്, നിയമവ്യവസ്ഥകളെക്കുറിച്ച്, സ്ത്രീകളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച്, ശമ്പളത്തെക്കുറിച്ച് എന്ന് വേണ്ട അമേരിക്കയെക്കുറിച്ച് എത്ര നല്ലത് പറയാൻ പറ്റുമോ അത്രയും നല്ലത് പറയും. ആ പറഞ്ഞ് തീരുന്നത് വേറൊരു വിഷയം പറയാനുള്ള തുടക്കമാണ്. ആ അമേരിക്കയെക്കുറിച്ച് നല്ലത് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യുന്നത് അതേ വിഷയങ്ങളിൽ ഇന്ത്യയെക്കുറിച്ചുള്ള തിന്മകൾ, ഇന്ത്യയെ ഇടിച്ച് താഴ്ത്തിക്കൊണ്ടുള്ള കമ്പാരിസൺ. അമേരിക്കയിലെ റോഡ് നല്ലതാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാറില്ല. ഇന്ത്യയിലെ റോഡുകൾ കണ്ടിട്ടില്ലേ, മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റില്ല, എന്ത് പ്രോബ്ലമാണ്, മുഴുവനും കുണ്ടും കുഴിയുമാണ് എന്ന് പറഞ്ഞ് അവഹേളിപ്പിക്കുകയാണ്. അമേരിക്കയിലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുക, എന്നിട്ട് ഇന്ത്യയിൽ ഡൽഹിയിലോ ബോംബെയിലോ നടന്ന ഐസൊലേറ്റഡ് കേസുകളിൽ ഒരെണ്ണം എടുത്ത് ഭാരതത്തെ താറിക്കുക. ഇത് അടുത്ത കാലത്ത് ബഹ്റൈനിൽ ചെന്നപ്പോഴും ഇതിനു മുമ്പ് മിഡിൽ ഈസ്റ്റിൽ ചെന്നപ്പോഴും ഹിന്ദുക്കളാണെന്ന് തോന്നുന്നു ആ നാടിനെ കുറിച്ച് ഏറ്റവും നല്ലോണം പ്രകീർത്തിക്കുക ധാരാളം പേര് അവിടെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. ബഹ്റൈനിലെ ഭരണാധികാരികളെ പുകഴ്ത്താതിരിക്കാൻ സാധിക്കില്ല. അവര് ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്യുന്ന സ്വാതന്ത്ര്യം, ഹിന്ദുക്കൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എത്ര ഗംഭീരാണ് എന്നിങ്ങനെ വളരെയധികം പ്രകീർത്തിക്കുക. എന്നിട്ട് തൊട്ടടുത്തത് നമ്മുടെ നാട്ടിൽ എന്ത് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എന്താ, ജീവിക്കാൻ അവിടെ പറ്റില്ല എന്ന് നമ്മുടെ സ്വന്തം നാടിനെ ഒന്ന് അവഹേളിക്കുകയും കൂടി ചെയ്യാം. അതോടുകൂടി അയാൾക്ക് സമാധാനമാവുന്നതെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഏത് രാജ്യത്തിൽ പോകുമ്പോഴും അതാത് രാജ്യത്തിൽ എന്താ അവസ്ഥ എന്ന് ഞാൻ വെറുതെ ഒന്ന് തിരിച്ചു ചോദിക്കാറുണ്ട്. ഇതെല്ലാം കേട്ടതിന് ശേഷം ഞാൻ ചോദിക്കാറുണ്ട്, അമേരിക്കയിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് എങ്ങനെയാണ്? ഒയ്യോ, ഇൻകം ടാക്സ് കൊടുത്തില്ലെങ്കിൽ അകത്താവും, ഒരു സംശയമില്ല. അതുപോലെ അമേരിക്കയിൽ ഒന്നല്പം ലൈൻ മാറി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസ്റ്റോർട്ട് ചെയ്താൽ എങ്ങനെയാണ്? സാറ്റലൈറ്റ് വഴിക്കാണ് ട്രേസിങ്, എങ്ങാനും പിടിച്ചാൽ ലൈസൻസ് പോയത് തന്നെയാണ്. അവിടെ അല്പം മദ്യപിച്ച് വണ്ടി ഓടിച്ചാലോ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 വർഷത്തേക്ക് ക്യാൻസലിംഗ് ആണ്, പിന്നെ ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് അമേരിക്കയിലെ വിദ്യാഭ്യാസം എങ്ങനെയാണ്? നമ്മൾ ഏത് കൗണ്ടിയിലാണോ താമസിക്കുന്നത് അവിടുത്തെ സ്കൂൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവിടെ ചേർത്തോളണം എന്നുള്ള നിർബന്ധം. അല്ലെങ്കിൽ
നമ്മൾ ഏത് പ്രദേശത്താണോ ഉള്ളത് ആ വീട് വിറ്റ് വേറൊരു വീട്ടിലേക്ക് മാറി അവിടെയുള്ള സ്കൂളിൽ ചേർക്കാൻ പറ്റും. അല്ലാതെ അവനവന് ഇഷ്ടമുള്ള സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല. അതൊരു ബുദ്ധിമുട്ടല്ലേ? അയ്യോ, എന്തൊരു പ്രോബ്ലം എന്നറിയാമോ? ഇവിടുത്തെ റെസ്ട്രിക്ഷനും നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലേക്ക് ആണെങ്കിൽ കൈക്കൂലി കൊടുത്തിട്ടാണെങ്കിൽ രക്ഷപ്പെടാം. കൈക്കൂലി എന്നുള്ളത് നാടിനെ അവഹേളിച്ചുകൊണ്ട് നാടിൻ്റെ ഒരു നന്മ പറയുന്ന രീതിയിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ എണ്ണി ചോദിക്കാറുണ്ട് അമേരിക്കയിലെ തിന്മകൾ. അതായത് ഒരു ഇന്ത്യക്കാരന് ഇന്ത്യയെ പോലെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ അമേരിക്കയിൽ നിലനിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ഇതായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ അമേരിക്കയിലെ തിന്മകളെ എണ്ണി പറയും. അതെല്ലാം ഉണ്ടെങ്കിലും വീണ്ടും അമേരിക്കയെക്കുറിച്ച് നല്ലത് പറയാൻ മാത്രമാണ് അവരുടെ അവസാനത്തെ കൺക്ലൂഷൻ ഉണ്ടാവുക. അമേരിക്കയെക്കുറിച്ച് നല്ലത് പറയുന്നതിൽ, അല്ലെങ്കിൽ ബഹ്റിനെ കുറിച്ച് നല്ലത് പറയുന്നതിൽ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നതിൽ എനിക്ക് ഒരു ദുഃഖവും ഇല്ല. കാരണം ആ നാടിനെ കുറിച്ച് നല്ലത് പറയേണ്ടത് ഭാരതീയരായ നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണ്. കാരണം നമുക്ക് അവിടെ ചെന്ന് താമസിക്കാനും അവിടെ നല്ല നല്ല ജോലികൾ ചെയ്യാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ സമ്പാദിക്കാനും വളരെ മിനിമം മാത്രം ഗവൺമെൻറ്റിൻ്റെ ടാക്സേ ഉള്ളൂ അവിടെ. ആ മിനിമം ടാക്സ് മിഡിൽ ഈസ്റ്റിൽ കൊടുത്ത് ധാരാളം സമ്പാദിക്കാനും സ്വന്തം രാജ്യത്തിലേക്ക് സമ്പത്ത് ട്രാൻസ്ഫർ ചെയ്യാനും എല്ലാമുള്ള സ്വാതന്ത്ര്യം തരുന്ന ആ നാടിനെ കുറിച്ച് നല്ലത് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊരു തെറ്റുമില്ല. സന്തോഷത്തോടു കൂടി നല്ലത് പറയുക തന്നെ വേണം. കർമ്മഭൂമിയെക്കുറിച്ച് നല്ലത് പറഞ്ഞ് തീരുമ്പോൾ സ്വന്തം നാടിനെ അവഹേളിക്കുന്ന വിധത്തിലുള്ള കമൻറ്റുകൾ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് ഹിന്ദുക്കളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ആര് എന്ത് നന്മ സ്വന്തം കർമ്മഭൂമിയെക്കുറിച്ച് ആ നാടിനെക്കുറിച്ച് പറയുമ്പോഴും അവസാനിക്കുന്നത് മുഴുവനും നമ്മുടെ നാടിനെക്കുറിച്ചുള്ള തിന്മകൾ പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ഒരു കാര്യത്തിൽ ഉറപ്പ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം നാടിനെക്കുറിച്ച് തിന്മ പറയുന്ന നിങ്ങളെ മറ്റൊരു രാജ്യക്കാരും ബഹുമാനിക്കില്ല. ഒരിക്കല് കേരളത്തിൽ നിന്ന് 2 സീനിയർ സയൻറ്റിസ്റ്റുമാർ, പ്രഗത്ഭരായ വ്യക്തികളാണ്, ജർമ്മനിയിലേക്ക് പോവേണ്ടായി. ഹംബോൾട്ട് ഫെലോഷിപ്പ് കിട്ടിയിട്ട്. ഹംബോൾട്ട് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സയൻറ്റിഫിക് ഫെലോഷിപ്പുകളാണ്. 2 പേര് എനിക്കറിയാവുന്നവരാണ്. അവരവിടെ ചെന്നു, ജർമ്മനിയിൽ ചെന്നു. അവരെ റിസീവ് ചെയ്യാൻ ആളുണ്ടായിരുന്നു, വാഹനം ഉണ്ടായിരുന്നു. അവരെ കൊണ്ടുപോയിട്ട് താമസിക്കേണ്ട ഹോസ്റ്റലിൽ താമസിപ്പിക്കുകയും ചെയ്തു. വളരെ നന്നായിട്ട് ശരിക്കും ഇന്ത്യക്കാരൻ എന്ന ബഹുമതിയോടുകൂടിയാണ് സ്വീകരിച്ചത്. ജർമ്മൻകാർക്ക് ഇന്ത്യക്കാരോട് വളരെയേറെ ബഹുമാനമുണ്ട് എന്നുള്ളത് പൊതുവെ അറിയപ്പെടുന്നൊരു കാര്യമാണ്. അപ്പം നമ്മുടെ പൈതൃകത്തോട് അത്രയും ബഹുമാനമുള്ള ജർമ്മൻകാര് അത് അർഹിക്കുന്ന വിധത്തിലാണ് ഇവരെ 2 പേരെയും സ്വീകരിച്ചത്. അവരെ കൊണ്ടുപോയി ഹോസ്റ്റലിൽ താമസിപ്പിച്ചത്. അടുത്ത ദിവസം രാവിലെ അവരെ 2 പേരെയും അവരുടെ പ്രൊഫസർ വന്ന് കണ്ടു. കുറേ കാര്യങ്ങൾ സംസാരിച്ചു. എന്നിട്ട് ആദ്യത്തെ ദിവസം എന്താ തീരുമാനിച്ചറിയോ? ഇന്ത്യയെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ അവരവരുടെ വീക്ഷണത്തിൽ ആ പ്രൊഫസറുടെ കൂട്ടത്തിലുള്ളവർക്ക് കൊടുക്കണം. അത് ആദ്യത്തെ പ്രോഗ്രാമായിരുന്നു. റിസർച്ചൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എബൌട്ട് മൈ മദർലാൻഡ് എന്ന ടൈറ്റിലിട്ട് ഭാരതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാൻ അവരോട് 2 പേരോടും പറഞ്ഞു. 15-20 മിനിറ്റ് വെച്ച് പറയാൻ. ചെറിയ ഗ്രൂപ്പാണ് ആ പ്രൊഫസറുടെ ഗ്രൂപ്പിൽ. അപ്പം ഇവരിൽ ആദ്യത്തെ ആൾ തന്നെ പറയാൻ തുടങ്ങി. ഞങ്ങളുടെ നാട് വളരെ പൂവറാണ്, പോവർട്ടി വളരെ കൂടുതലുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ വളരെ കൂടുതലാണ്. നമ്മളുടെ നാടിൻ്റെ പൊളിറ്റീഷ്യൻസ് 100-120ഓളം പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. ഓരോ പൊളിറ്റീഷ്യനും അവനവൻ്റെ സാമ്രാജ്യം ഉണ്ടാക്കുകയാണ് എന്ന് ഇങ്ങനെ കുറേ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ജർമ്മനിയോട് താല്പര്യം തോന്നാൻ കാരണം എന്താ? ഇവിടെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട്, ദാരിദ്ര്യം ഇല്ല, നല്ല രാജ്യമാണ്, വളരെ സ്റ്റെബിലൈസ്ഡ് ആണ്, ഏറ്റവും പ്രശസ്തമാണ്, ബുദ്ധിജീവികൾ ധാരാളം ഉള്ളവരാണ് എന്നെല്ലാം പറഞ്ഞു. രണ്ടാമത്തെ ആളും ഒന്നാമത്തെ ആൾ പറഞ്ഞതിനെ കോംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ നാടിനെ അവഹേളിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചതും ഉത്തരം പറഞ്ഞതും. ഇതെല്ലാം കഴിഞ്ഞ് ഇവരുടെ 2 പേരോടും ചോദിച്ചു, ഇനി നിങ്ങൾ വേദത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു.
അപ്പോൾ ഇവർ പറഞ്ഞു വേദം അത്രയും ഒക്കെ ഭാരതത്തിൽ ആരും പഠിക്കുന്നില്ല, അത് സവർണർക്ക് വേണ്ടി എഴുതിയതാണ്, അത് സവർണർ മാത്രമേ വായിക്കാവുന്ന കണ്ടീഷനുള്ളത് കൊണ്ട് ഞങ്ങൾ ആരും അത് വായിക്കാറില്ല, ഞങ്ങൾ തൊടാറുമില്ല, അതിൻ്റെ കണ്ടന്റ് എന്താന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഇതിഹാസങ്ങളെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചു. അതൊക്കെ പഴയതാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമല്ല. ഇത് ഞാൻ വളരെ വ്യക്തമായിട്ടാണ് നിങ്ങളോട് പറയുന്നത്, എൻ്റെ തോന്നൽ പറയല്ല, സംഭവിച്ചത് അതേപോലെ ഞാൻ നിങ്ങളോട് പറയാം. അങ്ങനെ അവരോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളൊരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെയില്ല, ഗതികേട് കൊണ്ട് ഞങ്ങൾ അവിടെ തുടരുകയാണ്, വേറെ രാജ്യത്തിൽ സിറ്റിസൺഷിപ്പ് കിട്ടുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പോകാൻ തയ്യാറാണ്, പ്രത്യേകിച്ച് ജർമ്മനിയിൽ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ വരാൻ തയ്യാറാണ് എന്ന രീതിയിൽ ജർമ്മൻകാർക്ക് വളരെ സന്തോഷമുണ്ടാവട്ടെ എന്ന രീതിയിലും കൂടി ചേർത്ത് ഇവർ വിവരിക്കേണ്ടായി. ഏതായാലും അന്ന് ഇവർ പറഞ്ഞതനുസരിച്ച് 1 മണിക്കൂർ നിന്ന പ്രിലിമിനറി ചർച്ചയെല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി ഇവരെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അന്ന് വൈകുന്നേരം ഈ പ്രൊഫസർ നേരിട്ട് ചെന്ന് വളരെ ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് 2 ടിക്കറ്റ് ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നാളെ രാവിലെ 10 മണിക്കാണ് നിങ്ങളുടെ ഫ്ലൈറ്റ്, രാവിലെ 7:30 വണ്ടി വരും, നിങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് പോവാം. ഇവർക്ക് ഒന്നും മനസ്സിലായില്ല എന്താ സംഭവം എന്ന്. അപ്പം ഇവർ ചോദിച്ചു, ഞങ്ങൾ ഇവിടെ 2 വർഷത്തെ ഫെലോഷിപ്പിന് വന്നതല്ലേ, ഞങ്ങളെങ്ങനെ പറഞ്ഞയക്കുന്നത് എന്തുകൊണ്ടാണ്? അവനവൻ്റെ നാടിനെക്കുറിച്ച് അഭിമാനമില്ലാത്ത ഒരു ജനതയെ, അവനവൻ്റെ പൈതൃകത്തെ മറ്റ് രാഷ്ട്രക്കാരുടെ മുമ്പിൽ അവഹേളിക്കുന്ന ഒരു ജനതയെ, ഈ മണ്ണിൽ ചവിട്ടിയിട്ട് 24 മണിക്കൂർ ആവുന്നതിന് മുൻപ് സ്വന്തം രാജ്യത്തെ അവഹേളിക്കുന്ന വിധത്തിൽ മറ്റുള്ളവരുടെ കയ്യടി വാങ്ങിക്കാൻ വേണ്ടി വിവരിച്ച നിങ്ങൾ ഈ ജർമ്മനിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും ജർമ്മനിയെക്കുറിച്ച് ഇങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ. അപ്പം ഞങ്ങളുടെ ചെലവിൽ നിങ്ങൾ ഇവിടെ വന്ന് ഇവിടെ 2 വർഷം വർക്ക് ചെയ്ത് ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ പോകുമ്പോൾ ഈ നാടിനെക്കുറിച്ച് നല്ലത് പറയുമെന്നുള്ളതിന് ഞങ്ങൾക്ക് ഒരു ഉറപ്പും ഇല്ല. കാരണം ജന്മം നൽകി വളർത്തി വലുതാക്കി നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരു രാഷ്ട്രത്തിനെതിരെ ഈ മണ്ണിൽ കാലുകുത്തി 24 മണിക്കൂർ ആവുന്നതിന് മുൻപ് തിന്മ നിറഞ്ഞ രീതിയിൽ പറയാൻ ധൈര്യം കാണിച്ച നിങ്ങൾ ഈ നാടിനെക്കുറിച്ചും തിന്മയല്ലാതെ വേറെ ഒന്നും പറയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങളിവിടെ തുടരണ്ട എന്ന് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ തീരുമാനിച്ചു. 2 പേരുടെയും ടിക്കറ്റ് ഉണ്ട്. ഇനി ഈ തീരുമാനം പുനഃപരിശോധിക്കുന്ന പ്രശ്നമൊന്നും ഇല്ല, വേറെ അതിന് വേണ്ടിയിട്ട് ആർഗ്യൂ ചെയ്യേണ്ട, ഡിസ്കഷൻ ചെയ്യേണ്ട, നാളെ രാവിലെ നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ ടച്ചിങ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞത്, നമ്മുടെ നാടിനെക്കുറിച്ച് അവഹേളിക്കുന്നത് എന്തിനാ? ആർക്ക് വേണ്ടി? ഈ നാട്ടിലേക്ക് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ ഈ നാട്ടിലേക്ക് വരണ്ട. ഈ നാട്ടിൽ കുറേ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നാടിൻ്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇറങ്ങണ്ട. നിങ്ങൾ ഏത് രാജ്യത്തിലാണോ താമസിക്കുന്നത് അവിടെ സുഖമായിട്ട് ജീവിച്ചോളുക. അടുത്ത കാലത്ത് MBA ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈദരാബാദിൽ IBS ഒരു വർക്ക്ഷോപ്പിന് പോവുകയുണ്ടായി. പിന്നെ രണ്ടാമത്തെ ഇൻ്റഗ്രേറ്റീവ് വർക്ക്ഷോപ്പിന് പോയത് ഇന്നലെയായിരുന്നു. ഞാൻ ബോംബെയിൽ നിന്ന് വന്നത്, ഇന്നലെ ഉച്ചയ്ക്കാണ് ബോംബെയിൽ നിന്ന് വന്നത്. അവിടെ 2 സ്ഥലത്തും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA നല്ല രീതിയിൽ പാസ്സായ പ്രൊഫസർമാരെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. ഇവാലുവേറ്റേഴ്സായിട്ട് വന്നിരുന്നു. അവർ പറഞ്ഞത്, ഈ നാട്ടിൽ അഴിമതിയുണ്ടെന്ന് നിങ്ങൾ പറയുന്നതിൽ 2% ടാക്സ്, നിങ്ങൾ കൊടുക്കുന്നതിൽ 2% ടാക്സ് ഒരു പക്ഷേ നെഗറ്റീവായിട്ട് പോകുന്നുണ്ടാവും. ബാക്കി 98% ടാക്സും ഈ നാട്ടിലെ നന്മയ്ക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പത്രമാധ്യമങ്ങൾ തിന്മകൾ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് ശീലിച്ചത് കൊണ്ട് ഇവിടെ നടക്കുന്ന നന്മകളെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. അത് ഒരു YLN മൂർത്തി എന്ന് പറയുന്ന വ്യക്തി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ടോപ്പ് ആയിട്ട് പാസ്സായ മനുഷ്യനാണ്. വളരെ നന്നായിട്ടായിരുന്നു IBS അദ്ദേഹം ഹൈദരാബാദിൽ ക്ലാസ് എടുത്തത്. ഇന്നലെ മിനിങ്ങാന്നൊക്കെ ബോംബെയിലും ക്ലാസ് എടുത്തവർ നല്ല പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളായിരുന്നു. അവരെല്ലാം ഇന്ത്യയെക്കുറിച്ച് എത്ര അഭിമാനത്തോടു കൂടി പറയുമ്പോൾ അവിടെ ഇരുന്നവർക്ക് എന്തൊരു സ്പിരിറ്റ് ആയിരുന്നു എന്നറിയാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇന്ത്യയെക്കുറിച്ച് ഇത്രയും നല്ലത് ഇന്ത്യക്കാർ തന്നെ പറയുന്നത് കേൾക്കുന്നത് എന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോയതല്ല. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു,
ഈ നാട്ടിനകത്ത് എന്തെല്ലാം കുറവുണ്ടെങ്കിലും നിങ്ങളൊന്ന് കേരളത്തിൽ വന്ന് നോക്കുക, ഇന്ത്യയിലേക്ക് വന്ന് നോക്കുക. ഞാൻ ബോംബെയിലെ തെരുവീതികളിലൂടെ എനിക്ക് കുറേ സമയം കിട്ടിയപ്പോൾ ഞാൻ നടക്കുകയുണ്ടായി. എല്ലാവരുടെയും മുഖത്ത് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് $1 60 രൂപ കൊടുത്താൽ എന്തെല്ലാം സാധനങ്ങൾ കിട്ടുന്നറിയാമോ? 5 രൂപയ്ക്ക് ചായ ഇന്നുണ്ട്, 5 രൂപയ്ക്ക് ചായ കിട്ടും. അതുപോലെ ഒരു 3-4 പഴം, 1 കിലോ സാധനം, ഇതൊക്കെ $1/2, $3/4, $1/4 ഉള്ളത്. നല്ലോണം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംമാതിരി സമ്പാദിക്കാനും ഇപ്പോൾ ഭാരതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഏത് കച്ചവടം തുടങ്ങിയാലും അത് എവിടെ തുടങ്ങിയാലും സക്സസ് ആണ്. ഇത് തന്നെ നിങ്ങളുടെ രാജ്യത്തിലൊന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങൾ ഏത് രാജ്യത്തിലാണോ വർക്ക് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് 2 ജോലി ചെയ്യാൻ പെർമിഷൻ ഉണ്ടോ? ഏത് ജോലിയിലെ വിസയാണോ ആയിട്ടാണോ വന്നത് മറ്റൊരു ജോലിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചേരാൻ പറ്റിയെന്ന് വരില്ല. അടിമുടി ഒന്ന് ചിന്തിച്ചു നോക്കാം. അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കാം, അവിടുത്തെ ചൂടിനെ കുറിച്ചും അവിടുത്തെ തണുപ്പിനെ കുറിച്ചും ചിന്തിച്ചു നോക്കാം. അവിടെ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ള വാഹനത്തിന്റെ ടാക്സ്, ഇൻഷുറൻസ് ഒന്ന് ചിന്തിച്ചു നോക്കാം. റോട്ടിൽ കൂടെ ഓടിക്കുമ്പോൾ എവിടെയെങ്കിലും വയലേഷൻ വന്നാൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ, എങ്ങാനും കോർട്ടിലേക്ക് ഒരു കേസ് പോയാൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്, എല്ലാം ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കാം. ഇന്ത്യയെക്കാളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ഒരു നമ്മുടെ നാടിൻ്റെ നന്മകൾ, സ്വാതന്ത്ര്യത്തിൻ്റെ നന്മകൾ, ഇവിടെ നമുക്ക് ലഭിക്കുന്ന സൗകര്യത്തിൻ്റെ നന്മകൾ, ഇവിടെ നമ്മൾ നിയമം വയലേറ്റ് ചെയ്യുമ്പോൾ പോലും ഭയപ്പെടാതെ ചെയ്യാൻ സാധിക്കുന്നു. നല്ലതാണെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല, പക്ഷെ അങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ശരിക്ക് മറ്റൊരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടി വരുന്ന ചെരുപ്പ് പോലും പുറത്ത് വെച്ച് നിങ്ങൾക്ക് അകത്ത് 15 പേർക്ക് ഒരുമിച്ച് ചേരാൻ പറ്റില്ല. അടുത്ത കാലത്ത് ഞാൻ നേരത്തെ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഓണക്കാലത്ത് സൗദി അറേബ്യയിൽ ഇലയിൽ ഊണ് കഴിച്ചു എന്നുള്ളത് മതത്തിൻ്റെ ആണെന്ന് പറഞ്ഞ് ഇലയിൽ ഊണ് കഴിച്ചു എന്ന കാരണത്തിൽ ആ ഊണ് ആദ്യത്തെ ഗ്രൂപ്പിൽ ഊണ് കഴിച്ച മാർക്സിസ്റ്റുകാരൻ പുറത്ത് എന്ന് പോലീസിനെ അറിയിച്ചു. മാർക്സിസ്റ്റുകാരൻ എന്ന് വെച്ചാൽ കേരളത്തിലെ മാർക്സിസ്റ്റുകാരൻ പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് ആ ഇലയിലുള്ള ഭക്ഷണം വലിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല ചൂരൽ കൊണ്ട് അടിച്ചു എന്നാണ് ഞാൻ ബഹ്റിന് പോയപ്പോൾ പറഞ്ഞത്. അതായത് എന്നാലും മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ സൗദി അറേബ്യയെ കുറിച്ച് നല്ലതേ പറയുള്ളൂ. അവനവൻ്റെ ഭാര്യ പർദ്ദയുമിട്ട് കൊടും ചൂടിൽ നടക്കേണ്ടി വന്നാലും നല്ലതേ പറയുള്ളൂ. നല്ലത് തന്നെയാ പറയേണ്ടത്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ആ നല്ലതിൻ്റെ ഒപ്പം നമ്മുടെ നാടിനെ അവഹേളിച്ചാലേ ആ ഹിന്ദുവിന് അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് മുസ്ലിമിന് സന്തോഷമാവുള്ളൂ. അത് ഈ ഒരു സംസ്കാരം ഇന്ത്യക്കാരന് മാത്രമുള്ളതാണെന്ന് ചിലപ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. എവിടെയെല്ലാം ചെന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാലും ആ നാടിനെ കുറിച്ച് നല്ലത് മാത്രം പറയുക, അതിനോട് ചേർത്ത് ഇന്ത്യയെക്കുറിച്ച് ചീത്ത പറയുക. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഏത് രാജ്യത്തെക്കുറിച്ച് നന്മ പറഞ്ഞാലും നമ്മുടെ ധർമ്മമാണത് എന്നുള്ളതിന് ഒരു സംശയമില്ല. പക്ഷേ നമ്മളുടെ നാടിനെ അവഹേളിക്കാൻ വേണ്ടി മറ്റു നാടിനെ കുറിച്ച് നല്ലത് പറയുക, ഇത് ഏതോ ഒരു വലിയ അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു നന്മ, എന്താ പറയുക, ഞാൻ ഇമ്പാർഷ്യലാണ്, അൺബയസ്ഡ് ആണ്, സത്യസന്ധനാണ്, ധർമ്മബോധമുള്ളവനാണ്, നീതിയുള്ളവനാണ്, ന്യായം പറയുന്നവനാണ് എന്ന് വരുത്തി തീർക്കാനാണ് ആ നാട്ടിലുള്ള തിന്മകൾ ഒന്നും മിണ്ടാതെ ആ നാടിലെ നന്മകൾ മാത്രം പറഞ്ഞ് നമ്മുടെ നാട്ടിലെ നന്മകൾ ഒന്നും പറയാതെ നമ്മുടെ നാട്ടിലെ തിന്മകൾ മാത്രം പറഞ്ഞ് ആശ്വസിക്കുന്ന ഒരു പരിപാടി. അത് ഞാൻ കുറേ മുസ്ലിങ്ങളെ ഞാൻ വിദേശ രാജ്യത്ത് പോയാൽ കാണേണ്ടി വരാറില്ല. ഉണ്ടായിരുന്നു 2 വർഷം മുമ്പ് ബഹ്റൈനിൽ പോയപ്പോഴത്തേക്കും മലയാളി സമാജത്തിലെ ധാരാളം ഭാരവാഹികൾ മുസ്ലിങ്ങളാണ്. നല്ല പെരുമാറ്റം, അത്ഭുതം തോന്നുന്ന പെരുമാറ്റമായിരുന്നു അവരുടെ എല്ലാവരുടെയും. അല്ലാതെ എനിക്ക് വലുതായിട്ട് ബന്ധപ്പെടേണ്ടി വരാറില്ല. ഞാനിത് പറഞ്ഞതൊരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പക്ഷേ ഭാരതീയരെന്ന രീതിയിൽ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപിഗരീയസി, അമ്മയും അവനവൻ്റെ മാതൃഭൂമിയും സ്വർഗത്തേക്കാൾ വലുതാണ് എന്ന് പറഞ്ഞ ആ രാമായണത്തിലെ വരികളുടെ ആധാരമായി അഭിമാനം കൊണ്ട് ജീവിക്കേണ്ട വ്യക്തികൾ പലപ്പോഴും
നമ്മുടെ നാടിനെ അവഹേളിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്നത് കാണാൻ, നേരത്തെ പറഞ്ഞ പോലെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും വക്താവാണ് ഞാൻ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വിവരിക്കുന്നത് കണ്ട് അവരുടെ മുഖത്തെ എക്സ്പ്രഷനും, അതുപോലെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലേ, പിന്നെ അങ്ങനെ നമ്മളുടെ വേവ് ലെങ്ത്, ചോദിക്കുന്ന ആളുടെ വേവ് ലെങ്ത്, അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കുന്ന എന്നെ പോലെയുള്ളവരുടെ വേവ് ലെങ്ത് ഞാനൊന്ന് പതുക്കെ സൂചിപ്പിച്ചു കൊടുത്താൽ പിന്നെ നമ്മുടെ നാടിനെ കുറിച്ച് നല്ലത് പറയുകയായി. അത്രയും നേരം നമ്മുടെ നാടിനെ കുറിച്ച് ചീത്തയാ പറയാ. ഞാൻ അവരോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ മാതൃഭൂമി, നമ്മുടെ മാതൃഭൂമി, ആ മാതൃഭൂമിക്ക് തുല്യം വേറൊരു രാജ്യമില്ല. 10-40 രാജ്യങ്ങളിൽ പോകാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. ഓരോ രാജ്യത്തിലെയും ജനത അനുഭവിക്കുന്ന ടെൻഷനും, അവരുടെ ജോബ് സെക്യൂരിറ്റി ഇല്ലായ്മയും, അവിടെ രാവിലെ തൊട്ട് രാത്രി പാതിരാത്രി വരെ വർക്ക് ചെയ്യേണ്ടി വരുന്നതും, അവിടെ സ്നോ വീഴുമ്പോൾ കോച്ചി വലിക്കുന്ന ആ തണുപ്പത്ത് ജീവിക്കേണ്ടി വരുന്നതും, അവിടെ സ്നോ വീണ് കഴിഞ്ഞ് റോട്ടിലൂടെ പോകുമ്പോൾ കാറെങ്ങാനും സ്കിഡ് ചെയ്താൽ സംഭവിക്കുന്നതും, അവരുടെ വണ്ടികൾക്ക് കൊടുക്കേണ്ടി വരുന്ന ഇൻഷുറൻസിൽ ഷോക്കടിച്ചിരിക്കുന്നവരും, വീടിൻ്റെ ലോൺ അടയ്ക്കാൻ അല്പം വൈകിയാൽ ആ വീട് തന്നെ ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയും, പലപ്പോഴും പൈസയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സമൂഹവും, സാംസ്കാരിക മൂല്യങ്ങൾ 7 അയൽവക്കത്ത് പോലും തൊട്ട് തീണ്ടാത്ത വിധത്തിൽ ജീവിക്കുന്നവരും, ഒറ്റയ്ക്ക് അവനവൻ്റെ വീട്ടിൽ കിടന്ന് ചത്താൽ പോലും അയൽവക്കത്തുകാരൻ തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിലും, 10-15 കാറ് വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പോലീസ് വന്ന് ഷോക്കോസ് നോട്ടീസ് കൊടുക്കുന്ന അവസ്ഥയും, അവനവൻ്റെ നാടിൻ്റെ ധർമ്മത്തിൻ്റെ പ്രാർത്ഥന ഒരു മുറിയിലിരുന്ന് മര്യാദയ്ക്ക് നടത്താൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയും, ഏതെങ്കിലും വിധത്തിൽ പ്രാർത്ഥിക്കുമ്പോഴോ ഭജന ചൊല്ലുമ്പോഴോ ശബ്ദം പുറത്തേക്ക് പോയാൽ തൊട്ട് അടുത്തുള്ള ഇന്ത്യക്കാരൻ തന്നെ ഇന്ത്യക്കാരനെ ഒറ്റിക്കൊടുക്കാം, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരൻ ഒറ്റിക്കൊടുക്കുന്ന ഒരവസ്ഥയും, പിന്നെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മാർക്സിസ്റ്റുകാരും എല്ലാ വിഭാഗക്കാരും ഒറ്റിക്കൊടുക്കുന്ന അവസ്ഥയും എല്ലാം ഉള്ള ഒരു രാജ്യത്തിൽ, ആ രാജ്യത്തിനെ കുറിച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിലും നന്മ പറഞ്ഞോളൂ, എത്ര വേണമെങ്കിലും നന്മ പറഞ്ഞോളൂ, എനിക്ക് ഒരു വിഷമവും ഇല്ല. കാരണം ഞാൻ പ്രവർത്തിക്കുന്ന ഒരു നാടിനോട് കൂറുണ്ടാവേണ്ടത്, നന്ദി ഉണ്ടാവേണ്ടത്, കടപ്പാടുണ്ടാവേണ്ടത്, അവർ ചെയ്യുന്ന നന്മകളോട് നന്മ നിറഞ്ഞ പ്രതികരണം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. പക്ഷേ എൻ്റെ നാട്ടില്, ഭാരതത്തില് നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടോ വിഷമമോ ദുഃഖമോ ഉണ്ടെങ്കിൽ നിങ്ങൾ വരണമെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. മാത്രമല്ല, പണ്ടത്തെ ആ അതേ ഭാവം മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്നും ഭാരതത്തെ വിലയിരുത്തരുത്. ഇന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇന്ന് ഇഷ്ടംമാതിരി സൗകര്യങ്ങൾ ഇവിടെയുണ്ട്, ഇഷ്ടംമാതിരി നന്മകൾ ഇവിടെയുണ്ട്, ഇഷ്ടംമാതിരിയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടാനുണ്ട്. പുറത്തുനിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെ നല്ലതായിട്ടുള്ളൂ എന്ന് ധരിക്കുന്നതൊക്കെ തെറ്റാ. ഇവിടെ ധാരാളം നന്മകളുണ്ട്, നല്ല വ്യക്തികളുണ്ട്. എല്ലാം മിക്കവാറും ഈ നിങ്ങൾക്ക് എന്ത് കര അടയ്ക്കണമെങ്കിലും, ഏത് ഇൻഷുറൻസ് അടയ്ക്കണമെങ്കിലും, ഏത് RTO ടാക്സ് അടയ്ക്കണമെങ്കിലും എല്ലാത്തിനും സൗകര്യമുണ്ട്. കുറുക്കു വഴി കൂടെ പോയാൽ ചിലപ്പോൾ കൈക്കൂലി കൊടുക്കേണ്ടി വരും. വളരെ എളുപ്പത്തിൽ കാര്യം നടക്കാൻ ലോകത്തിലെ ഏത് രാജ്യങ്ങളിലും എടുക്കുന്ന സമയം ഇവിടെയും എടുക്കാൻ നമുക്ക് സൗകര്യം ഇല്ലാതെ വരുമ്പോഴാണ് കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നത്. RTO ഓഫീസിൽ ചെന്ന് രാവിലെ കൊടുത്ത് വൈകുന്നേരം ലൈസൻസ് പുതുക്കി തരണമെങ്കിലാണ് കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ 20 ദിവസമാവും. കാരണം അമേരിക്കയിൽ 30 കോടി ജനങ്ങളെ ഉള്ളൂ, ഇന്ത്യയിൽ 130 കോടി ജനതയാണ്, 124 കോടി ജനതയാണ് ഉള്ളത്. കാനഡയിലെ കേരളത്തിൻ്റെ അത്രയും പോപ്പുലേഷനേ ഉള്ളൂ. അപ്പൊ കാനഡയിൽ കിട്ടുന്ന സൗകര്യങ്ങളെല്ലാം വർണ്ണിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ അതിനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് കേരളത്തിലെയും ഭാരതത്തിലെയും കുഴപ്പം പറയുമ്പോൾ ഈ ജനസംഖ്യ കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ വേറൊരു കുഴപ്പമുണ്ട്. കൂടംകുളം അണക്കെട്ട്, കൂടംകുളം ആറ്റമിക് റിയാക്ടർ, അതിനെതിരെ സമരം ചെയ്യുന്നു. അവർ തന്നെയാണ് അണക്കെട്ടിനെതിരെ സമരം ചെയ്യുന്നത്. അവർ തന്നെയാണ് വേറെ ഏത് പുരോഗമന കാര്യങ്ങൾ ചെയ്താലും സമരം ചെയ്യുന്നത്. മണ്ണ് ഒരല്പം എടുത്ത് എവിടേക്കെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അത് മണ്ണ് മാഫിയാണ്. കരിങ്കല്ലെടുത്ത് വീട് കെട്ടാൻ കൊണ്ടുപോയാൽ കരിങ്കല്ല് മാഫിയയാണ്. വനം മുഴുവനും നശിപ്പിച്ചു കഴിയുമ്പോഴാണ് വനമാഫിയ എന്ന് തോന്നി തുടങ്ങിയത്. അങ്ങനെ ഏത് നന്മകൾക്കും എതിരെ നിൽക്കുന്ന ഒരു വിഭാഗം ജനതയുണ്ട്. ഈ കൂടംകുളത്തിനെതിരെ സമരം ചെയ്തവർ തന്നെ
അത് റഷ്യക്കാരാണ് കൂടംകുളത്തിലെ ആറ്റമിക് റിയാക്ടർ തന്നതെന്ന് പറഞ്ഞോടുകൂടി അച്യുതാനന്ദൻ ഉൾപ്പെടെ പിന്മാറി. ഇപ്പൊ റഷ്യക്കാർ ആറ്റമിക് റിയാക്ടർ തന്ന പ്രശ്നമില്ല, വേറെ ഏതെങ്കിലും രാജ്യക്കാർ തന്നാലേ പ്രശ്നമുള്ളൂ. ആലോചിച്ച് നോക്കാം. നമ്മുടെ ഒരു അണക്കെട്ടിനെ കുറിച്ച്, മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് ഇപ്പൊ ആർക്കും പ്രശ്നമില്ല. ഇപ്രാവശ്യം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ മുകളറ്റം വരെ പോയി. അത് രാഷ്ട്രീയക്കാരാണ്, ജനങ്ങളുടെ പ്രശ്നമല്ലാതെ രാഷ്ട്രീയക്കാർ അഴിമതി ചെയ്തിട്ടാണ്. അപ്പോ ആ ചില വിഭാഗക്കാർ ചെയ്യുന്ന അഴിമതി ഒക്കെ ഭാരതം മുഴുവനും അഴിമതിയാണെന്നും കേരളം മുഴുവനും അഴിമതിയാണെന്നും എല്ലാം പറഞ്ഞ് പരത്തുന്നവർ തന്നെ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഈ നാട്ടിലുള്ളപ്പോ ഈ സമരത്തിൽ പങ്കെടുത്തവരാ. ഈ നാട്ടിലെ ഒരു അറേബ്യൻ കഥ എന്ന് പറഞ്ഞ ഒരു സിനിമ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ നാടിന്റെ മഹത്വം പലർക്കും മനസ്സിലാവുന്നത്. ഇവിടെ തിന്മകൾ ചെയ്ത് അങ്ങോട്ട് പോയവര് അവിടുത്തെ കൂച്ചുവിലങ്ങിട്ട നിയമത്തിൽ ജീവിക്കുമ്പോൾ ഇവിടുത്തെ മഹത്വം മനസ്സിലാവുന്നുണ്ട് പലർക്കും. പലരും പറയാറുണ്ട് കേരളത്തില് ഹാർഡ് കോർ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായവൻ സൗദി അറേബ്യയിൽ വന്നാൽ 5-ാം ദിവസം BJP കാരനാവും എന്ന്. അതിന്റെ അർത്ഥം ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ വേറെ വിവരിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ നാടിനെ കുത്തുവാള എടുപ്പിക്കുന്നത് ഇവിടുത്തെ ജനതയല്ല, ഒരു ചെറിയ വിഭാഗം ആൾക്കാരാണ്. അതിൽ നിങ്ങളും ഉണ്ടായിരുന്നു. ഈ കുത്തുവാള എടുപ്പിക്കുന്നതിൽ നിങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത്. അവിടെ പോയപ്പോഴാ നന്മ നിറഞ്ഞ മനുഷ്യരായത്. എന്നിട്ട് ഈ നാടിനെ കുറിച്ച് ചീത്ത പറയാൻ തുടങ്ങിയത്. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ നാടിനെ കുറിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയവര് എത്ര തിന്മ നിറഞ്ഞ രീതിയിലാണ് പറയുന്നത്. ഒരു മലയാളിയോട് 5 മിനിറ്റ് സംസാരിച്ചാൽ അയാള് 4 മിനിറ്റ് ആ രാജ്യത്തെ കുറിച്ച് നല്ലത് പറയും, 5-ാമത്തെ മിനിറ്റ് നമ്മുടെ നാടിനെ അവഹേളിക്കുന്നതായിരിക്കും അയാൾ പറയുക. എല്ലാ വിഭാഗക്കാരെയും കണ്ടിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും വക്താവാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് പോലെയാണ് പറയുന്നത്. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കേൾക്കുന്നവർ അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ. യഥാർത്ഥത്തിൽ ഹംബോൾട്ട് ഫെലോഷിപ്പ് കിട്ടി ജർമ്മനിയിൽ ചെന്ന് ഇന്ത്യയെക്കുറിച്ച് കുറ്റവും ജർമ്മനിയെക്കുറിച്ച് നല്ലതും പറഞ്ഞ ആ 2 സയന്റിസ്റ്റുമാർക്ക് ജർമ്മനിയിൽ നിന്നുണ്ടായ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യൻ പ്രസിഡന്റായി അവരോധിക്കപ്പെട്ടതിൻ്റെ വളരെ വൈകാതെ അടുത്ത ദിവസം തന്നെ ഹൈദരാബാദില് പത്രക്കാരോട് അദ്ദേഹം പറയുകയുണ്ടായി, ഈ ഭാരതത്തിലെ ഭാരതീയര് ഭാരതത്തിലിരിക്കുമ്പോൾ ഭാരതത്തിൽ എന്തെല്ലാം തിന്മകളും ചെയ്യും, എല്ലാ തിന്മകളും അവർ ചെയ്യും. അവരുടെ പട്ടിയെ പുറത്തു കൊണ്ടുപോയിട്ട് കാഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവസരം നൽകും, സ്വന്തം വീട് വൃത്തിയാവാൻ. ഇവിടുത്തെ അഴിമതിക്ക് അവർ കൂട്ടുനിൽക്കും, ഈ നാടിനെ ചീത്ത പറയാൻ കൂട്ടുനിൽക്കും. പക്ഷെ ഇവിടെ നിന്ന് അവര് മറ്റൊരു രാജ്യത്തിൽ പോയാൽ എല്ലാ നിയമങ്ങളും അനുസരിക്കും, അവർക്ക് യാതൊരു വിഷമവും ഇല്ല. എന്നിട്ട് ആ നിയമങ്ങളെ മുക്തകണ്ഠം പ്രകീർത്തിക്കുകയും ചെയ്യും. എന്നിട്ട് ആ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവിടെ നിന്ന് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, ദുബായിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവൻ നേരെ ന്യൂയോർക്കിലേക്ക് പലായനം ചെയ്യും. ന്യൂയോർക്കിൽ കുറേ കാലം ഇരുന്ന് ന്യൂയോർക്കിനെ നല്ലത് പറഞ്ഞ് ദുബായിയെ ചീത്ത പറഞ്ഞ് ന്യൂയോർക്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവിടെ നിന്ന് നേരെ സിഡ്നിയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ കുടിയേറി പാർക്കും. അത് കഴിഞ്ഞ് അവിടെയും പ്രശ്നം ഉണ്ടായാൽ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ഇന്ത്യ ഗവൺമെന്റിന്റെ ചീത്ത പറയലാണ്. ഞങ്ങളെ രക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് വന്നില്ല. ഈ നാടിനെ കുറിച്ച് ചീത്ത പറയുന്ന നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാള് സിഡ്നിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരേണ്ട തലവിധി എന്താ ഇന്ത്യൻ ഗവൺമെന്റിനുള്ളത്? ഇന്ത്യ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊണ്ടുവരണം. ഇന്ത്യ ഗവൺമെന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സൗകര്യവും ചെയ്തു തരണം. എല്ലാം നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് ഇന്ത്യ ഗവൺമെന്റാണ്. മാത്രമല്ല വിദേശത്ത് ഇരിക്കുന്നിടത്തോളം ഈ ഇന്ത്യയെ കുറിച്ച് ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കാം. എന്നിട്ട് പ്രതിഷേധിക്കുക ഇന്ത്യ ഗവൺമെന്റിന് എതിരെയും ഇന്ത്യക്കെതിരെയുമല്ല. ഒരു നാട്ടിലും ഇങ്ങനെ പതിവില്ല. 1, 5, 10 അമേരിക്കക്കാർക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അമേരിക്കൻ ഗവൺമെന്റ് അവരെ കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അല്ലാതെ ഇന്ത്യയിൽ വന്ന അമേരിക്കയെ കുറിച്ച് തെറി പറയുന്ന ഒരുവനെയും രക്ഷിക്കാൻ അമേരിക്കൻ ഗവൺമെന്റ് വിമാനം അയച്ചു കൊടുക്കില്ല. ഇത്രയും ഞാൻ പറഞ്ഞത് നിരന്തരം കേൾക്കുന്ന കുറേ കാര്യങ്ങൾ ആണ് ഇത്.
സ്വന്തം നാടിനെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും ഇടിച്ചു താഴ്ത്താനും കളിയാക്കാനും ഇനിയെങ്കിലും നമ്മളിൽ പലരും മുതിരരുതേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ചിന്തിച്ചു നോക്കാം. എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാനഡയിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ജോലി എനിക്ക് ഓഫർ ചെയ്തതാണ്. അവിടുത്തെ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി സപ്പോർട്ട് ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞതാണ്. എനിക്ക് ഒന്നും വേണ്ട, എൻ്റെ രാഷ്ട്രം അല്ലെ എന്തെല്ലാം കുഴപ്പമുണ്ടെങ്കിലും എൻ്റെ ഭാരതം, എൻ്റെ മാതൃഭൂമി, എൻ്റെ പുണ്യഭൂമി, എൻ്റെ കർമ്മഭൂമി, എൻ്റെ ജ്ഞാനഭൂമി, എൻ്റെ യജ്ഞഭൂമി, അതിൽ ജനിച്ച് അതിൽ വളർന്ന അന്ത്യശ്വാസം വരെ ആ നാടിന് വേണ്ടി പ്രവർത്തിക്കലാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് തന്നെയാണ് എൻ്റെ പ്രൊഫസറിനോട് യാത്ര പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നത്. അതുകൊണ്ട് എനിക്കിത് പറയാൻ അവകാശമുണ്ട്. അത് നിങ്ങൾ അംഗീകരിച്ചാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നു, അവസാന ശ്വാസം വരെ നമ്മുടെ നാടിനെക്കുറിച്ച് തിന്മകൾ പറയരുതേ. മറ്റ് നാടിനെക്കുറിച്ച് എന്ത് നന്മ വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക, നമ്മുടെ നാടിനെക്കുറിച്ച് തിന്മ പറയരുതേ എന്ന് മാത്രം പറയാനുള്ള അവസരം ഉണ്ടാക്കരുതേ, പറയിപ്പിച്ച് ആനന്ദിക്കാനുള്ള അവസരം ഉണ്ടാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.